തൃക്കരിപ്പൂരിൽ യൂത്ത് ലീഗ് പ്രവർത്തകർ മുസ്ലിം ലീഗ് പ്രാദേശിക നേതാക്കന്മാരെ ഓഫീസിൽ തടഞ്ഞുവെച്ചു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നാണ് മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികളെ യൂത്ത് ലീഗ് പ്രവർത്തകർ തടഞ്ഞുവെച്ചത്. This news sponsored by ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. തൃക്കരിപ്പൂരിൽ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി നിർണയത്തിൽ മുസ്ലിം ലീഗ് നേതാക്കളിൽ ചിലർ ഏകപക്ഷീയമായ നിലപാടെടുക്കുന്നു എന്നാണ് ഒരു വിഭാഗം ലീഗ് പ്രവർത്തകരുടെയും യൂത്ത് ലീഗിന്റെയും ആരോപണം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ടൗൺ വാർഡിൽ നിന്നും വിജയിച്ച യൂത്ത് ലീഗ് നേതാവ് UP ഫായിസിനെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്തേക്ക് പരിഗണിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ലീഗ് ഓഫീസിൽ പ്രാദേശിക നേതാക്കന്മാരെ തടഞ്ഞുവെച്ചത്. മുസ്ലിം ലീഗ് തൃക്കരിപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസായ ബാഫക്കി തങ്ങൾ സൗധത്തിന് ഇന്നലെ യൂത്ത് ലീഗ് പ്രവർത്തകർ പൂട്ടിട്ടിരുന്നു. പ്രശ്നം ചർച്ച ചെയ്യാൻ ഇന്ന് രാവിലെ എത്തിയ ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് S. കുഞ്ഞഹമ്മദ്, ട്രഷറർ TP അഹമ്മദ് ഹാജി എന്നിവരെയാണ് വൈകുന്നേരം 3 മണിവരെ തടഞ്ഞുവെച്ചത്. വൈകുന്നേരം 5 മണിക്ക് പ്രശ്നം വീണ്ടും ചർച്ച ചെയ്യാമെന്ന ധാരണയിലാണ് ഇരുവിഭാഗവും പിരിഞ്ഞത്. നേതാക്കൾ ഇറങ്ങിയതോടെ ഓഫീസിന് വീണ്ടും യൂത്ത് ലീഗ് പ്രവർത്തകർ പൂട്ടിടുകയും ചെയ്തു. അതിനിടെ മുസ്ലിം ലീഗ് തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇത് പ്രവർത്തകരെ കൂടുതൽ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് ഇരുവിഭാഗത്തിനും ഇടയിൽ ചർച്ചകളൊന്നും നടന്നിട്ടുമില്ല. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.